വെൽക്കം ടു ബുദ്ധശ്രീ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് അടുത്ത് പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് 500 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വലിയൊരു വില്ല പ്രൊജക്റ്റിനുള്ളിലാണ്. ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ 4 ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതും 5 സെൻറ്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റിൽ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമാണ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാടേക്കും എടപ്പള്ളിയിലേക്കും കളമശ്ശേരിയിലേക്കും ആലുവയിലേക്കും എല്ലാം തന്നെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമുക്കിനി വീടിന്റെ എലിവേഷനിലേക്ക് പോകാം. മോഡേൺ ബോക്സി എലിവേഷനാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിന്റെ ഫസ്റ്റ് പോർഷനിൽ വന്നു കഴിഞ്ഞാൽ ബോക്സ് റൂഫിനോടൊപ്പം തന്നെ ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിഡിൽ പോർഷനായിട്ട് ക്ലാഡിംഗ് ടൈലും അതുപോലെ തന്നെ വലിയ UPVC വിൻഡോയുമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബാൽക്കണിയിലെ സീലിംഗ്, സിലിണ്ടറിക്കൽ ലൈറ്റ് കൂടാതെ ടെക്സ്ചർ വർക്ക്, ക്ലാഡിംഗ് ടൈൽ എന്നിവയെല്ലാം തന്നെ കാണാവുന്നതാണ്. ഗ്രൗണ്ട് ഫ്ലോറിന്റെ എലിവേഷനും ക്ലാഡിംഗ് ടൈലും ടെക്സ്ചർ വർക്കുകളും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3.8 മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ വളരെ മനോഹരമായി സ്പോട്ട് ലൈറ്റുകളും ക്ലാഡിംഗ് ടൈലും ഒക്കെ കൊടുത്ത് മനോഹരമായ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കോമ്പൗണ്ട് വാളിൽ ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 5 മീറ്ററിലധികമാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു പോർഷനായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കോബിൾ സ്റ്റോൺ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ വടക്ക് ദർശനമായും മെയിൻ ഡോർ പടിഞ്ഞാറ് ദർശനമായുമുള്ള ഈ വീടിന് 2 വലിയ കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. ഒരു XUV വാഹനം തന്നെ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. കാരണം 17 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പവർ പോയിന്റ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് അത്രയും തന്നെ ബേസ്മെന്റ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന് നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 20 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഭാഗത്തിന് ഉള്ളത്. ഇവിടെയെല്ലാം തന്നെ കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി അത്യാവശ്യം ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയെല്ലാം തന്നെ ക്ലാഡിംഗ് ടൈൽ കൊടുത്ത് UPVC പെർമനന്റ് വിൻഡോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ ബ്രിക്ക് ഡിസൈനുള്ള വാൾ ടൈലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വാൾ ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാട്ടർ ഫൗണ്ടൈനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരുവശങ്ങളുമായി നാച്ചുറൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണറും വന്നിരിക്കുന്നത്. കൂടാതെ KWA വാട്ടർ കണക്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. നമുക്കിവിടെ ഒരു ചെറിയ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കി തീർക്കാവുന്നതാണ്. ഈ ഒരു വോളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർ പോർച്ചിന്റെ ഈ ഒരു നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് ബ്രിക്ക് ഡിസൈനുള്ള ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ CCTVക്കുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 5.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം കോബിൾ സ്റ്റോൺ കൊടുത്ത് ഇവിടെയായിട്ട് നമുക്ക് ഗാർഡൻ ചെയ്യാനുള്ള ഒരു ചെറിയ സ്പേസും കിട്ടുന്നുണ്ട്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാളി വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. പിന്നീട് നമ്മൾ വരുമ്പോൾ ഇവിടെയായിട്ടാണ് ഡൈനിങ് സ്പേസിൽ നിന്ന് ഉള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇത് നമ്മുടെ വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനാണ്. ഇവിടെയെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരേ സമയം 2 സിലിണ്ടറുകൾ വെക്കാവുന്ന രീതിയിലുള്ള ഗ്രില്ലും ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 8.5 അടിയിലേറെ നീളവും 4.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വുഡിന്റെ തന്നെ ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്.
നമുക്കിനി ഈ വീടിന്റെ ലിവിംഗ് സ്പേസിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. 10 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു സ്പേസ് വന്നിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വുഡ് ആൻഡ് വൈറ്റ് ഫിനിഷ്ഡ് ആണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. കൂടാതെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു വാൾ ഫുള്ളി ടെക്സ്ചർ പെയിന്റ് ചെയ്ത് ഗോൾഡൻ സ്ട്രിപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെയും മുകളിലും UPVC പെർമനന്റ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഇവിടെയായിട്ട് ഡക്ക് സ്പേസും വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത ഒരു പാർട്ടീഷനും കാണാം. അത്യാവശ്യം ഡക്ക് സ്പേസും വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്താണ് ഈ ഒരു പാർട്ടീഷൻ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ വരുന്നത് വിശാലമായ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. 14 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റഡ് ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് എൻ്റർ ആവുന്ന ഭാഗത്ത് വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് പുറത്തേക്കൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെയായിട്ട് ഒരു ഗാർഡനോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടനോ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു കോർട്ട്യാർഡായി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ് ആണ് വരുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ പാനലിംഗ് വർക്കൊക്കെ വന്ന് റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിററാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം ഡക്കർ സ്പേസും ടവൽ റാഡും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇൻഡോർ പ്ലാന്റ് വെക്കാനായി നമുക്കൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ഒരു ഡക്കർ സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് കീ ഹാങ് ചെയ്യാനായിട്ട് ഒരു ഷെൽഫും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ V-ഗാർഡിന്റെ വയേഴ്സും V-ഗാർഡിന്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി ടൈൽസ് ആണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചന്റെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്തൊരു പാനലിംഗ് വർക്കും വരുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 10.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഇലക്ട്രിക് സിമിനി ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 3 ലെയറായി ധാരാളം കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വെജിറ്റബിൾ റാക്കൊക്കെ നൽകിയിട്ടുണ്ട്. നാനോ വൈറ്റ് മെറ്റീരിയലാണ് കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിങ്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കിച്ചന്റെ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഫ്രിഡ്ജിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായി വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് പാനലിംഗ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും വാൾ ലൈറ്റും എല്ലാം ഈ ഒരു ബെഡ്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഈ ഫുൾ വോളിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ടൊരു സീറ്റിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു കബോർഡിന്റെ ഡോറിലാണ് മിറർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഡോറിന്റെ ബാക്ക് സൈഡിലായിട്ട് സെറയുടെ തന്നെ വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും മിററും ഷെൽഫും എല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ വാട്ടർ ക്ലോസറ്റും ഫ്ലഷ് ടാങ്കും എല്ലാം തന്നെ സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. വെറ്റും ഡ്രൈയും ഏരിയ തമ്മിൽ ഒരു ഗ്ലാസ് സെപ്പറേഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്റിനുള്ള പോയിന്റും ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് 6 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനായി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു വോൾ കംപ്ലീറ്റ്ലി കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വാൾഡ്രോബിന്റെ ഡോറിലായിട്ടാണ് മിറർ നൽകിയിരിക്കുന്നത്. ഇതിന്റെ രണ്ടും മിഡിൽ പോർഷനായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറും വാട്ടർ ക്ലോസറ്റും ഡൈവേർട്ടറും എല്ലാം.
കൂടാതെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും കൊടുത്ത് എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂമിന് വരുന്നത്. ഈ ബാത്റൂമിന് വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡൻ ഫിനിഷുള്ള മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും MS-ഉം യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയറിനോട് ചേർന്ന് ഈ ഒരു വോളിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളർ പെയിന്റ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും കൊടുത്ത് മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി റൂമിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ അപ്പർ ലിവിംഗ് വരുന്നത്. 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇവിടെയെല്ലാം തന്നെ വുഡൻ ഫിനിഷുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകളൊക്കെ ഉൾപ്പെടുത്തി സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും വുഡൻ ബീഡിങ്ങും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിൻ്റെ ഇടയിലായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റ് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഡോറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സെറയുടെ വാഷ് കൗണ്ടറും താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും മിററും എല്ലാം വരുന്നുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ സെപ്പറേഷനും ഉണ്ട്. ഗ്ലാസ് കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും കൊടുത്ത് എക്സ്ഹോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റ് സഹിതമാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീട്ടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയും ഒരു ഡോറുമാണ് നൽകിയിരിക്കുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും കൊടുത്താണ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. മിഡിൽ പോർഷനായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. താഴെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും എല്ലാം ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം വരുന്നത്. 9 അടിയോളം നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി റൂമിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ട് മെറ്റൽ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് UPVC വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോയ്ക്ക് സേഫ് ആയിട്ട് ഇവിടെ ഒരു ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 14.5 അടിയോളം നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഇവിടെയായിട്ട് അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഇവിടെയായിട്ട് റൗണ്ട് ഷേപ്പിൽ ഒരു ഗ്രില്ല് നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പാനലിംഗ് ആണ് സീലിംഗിന് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സിലിണ്ടറിക് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ, കലൂരേക്ക് 18 കിലോമീറ്റർ, ആലുവയിലേക്ക് 7 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ, ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2.9 കിലോമീറ്റർ, സംരട്ടൺ ഹോസ്പിറ്റലിലേക്ക് 3.6 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്.
എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൽ നമ്മളിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.